പെരിന്തൽമണ്ണ നഗരസഭയുടെ ഭരണം UDF തിരിച്ചുപിടിച്ച വാർത്ത പുറത്തു വന്നപ്പോൾ അത് ആഘോഷമായത് സാധാരണക്കാരായ വോട്ടർമാർക്കിടയിലാണ്. എന്നാൽ ആ ആഘോഷങ്ങളുടെ ആയുസ് കുറവായിരുന്നു. വർഷങ്ങളായി തങ്ങളുടെ കോട്ടയെന്ന് കരുതിയിരുന്ന മണ്ണ് കൈവിട്ടുപോയതോടെ CPM അക്രമാസക്തരായി. രാഷ്ട്രീയ വിജയം അക്രമത്തിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. മുസ്ലിം ലീഗ് ഓഫീസുകൾക്ക് നേരെ കല്ലേറുണ്ടായി, പ്രവർത്തകർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടു. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത്. കേവലം ഒരു പ്രാദേശിക അക്രമം എന്നതിലുപരി കേരളത്തിലുടനീളം CPM പിന്തുടരുന്ന കയ്യൂക്കിന്റെ രാഷ്ട്രീയം അദ്ദേഹം തുറന്നുകാട്ടി. തോറ്റാൽ അക്രമം, ജയിച്ചാൽ അഹങ്കാരം എന്ന നിലപാടാണ് ഇവർക്കെന്ന് അദ്ദേഹം ആഞ്ഞടിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം നാട്ടിൽ നടന്ന ബോംബ് സ്ഫോടനത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതിൽ ഒരാളുടെ കൈ അറ്റുപോയ സംഭവത്തെ അത് പടക്കം നിർമ്മിക്കുന്നതിനിടയിലാണ് സ്ഫോടനം ഉണ്ടായതെന്ന് മുഖ്യമന്ത്രിയുടെ വിശദീകരണം തെറ്റാണെന്നും അവിടെ ബോംബ് നിർമ്മാണമാണ് നടന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ആ സംഭവത്തെ ഇങ്ങനെ പറഞ്ഞ് ലഘൂകരിക്കുന്നത് ക്രിമിനലുകൾക്ക് നൽകുന്ന പ്രോത്സാഹനമാണെന്നും അദ്ദേഹം പറഞ്ഞു പോവുകയാണ്. അതുപോലെ CPM ഒരു ഇടതുപക്ഷ പാർട്ടിയല്ലെന്നും ഫാസിസ്റ്റ് രീതി പിന്തുടരുന്ന തീവ്ര വലതുപക്ഷ പാർട്ടിയാണെന്നുമാണ് VD സതീശൻ പറയുന്നത്. എതിരാളികളെ ഭയപ്പെടുത്തിയും ഇല്ലാതാക്കിയും അധികാരം നിലനിർത്താനാണ് അവർ ശ്രമിക്കുന്നത്. കേരളത്തിൽ നടന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ആൾക്കൂട്ട കൊലപാതകങ്ങളിൽ മലയാളി എന്ന നിലയിൽ ലജ്ജിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പോവുകയാണ്. അതുപോലെ അട്ടപ്പാടിയിലെ മധു കൊല്ലപ്പെട്ടതിന് സമാനമായ സാഹചര്യത്തിലാണ് ഇതും നടന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് ധനസഹായം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് CPM മേധാവിത്വത്തിൽ നിന്ന് തിരിച്ചുപിടിക്കുന്നത്. അതിലെ അസഹിഷ്ണുതയാണ്, UDF തിരിച്ചുപിടിച്ചതിൻ്റെ അസഹിഷ്ണുതയാണ്. വ്യാപകമായ അക്രമമായിരുന്നു ഇന്നലെ പെരിന്തൽമണ്ണയിൽ. ലീഗ് ഓഫീസ് ആക്രമിക്കുന്ന ഉൾപ്പെടെ. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ഇതാണ് ചെയ്യുന്നത് CPM. പാനൂരിൽ മുനിസിപ്പാലിറ്റി കിട്ടിയപ്പോൾ പാനൂരിലെ ആക്രമണം, പയ്യന്നൂരിലെ ആക്രമണം, എവിടെയെങ്കിലും ഇവരുടെ ചില ഗ്രാമങ്ങളുണ്ട് അവിടെ നമ്മൾ നോമിനേഷൻ കൊടുത്താൽ അവരെ ആക്രമണം. എത്ര തരം താണ രീതിയിലാണ്, ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് CPM കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പം അവർക്ക് കയ്യൂക്കുള്ള സ്ഥലത്തെല്ലാം അവർ ഈ വൃത്തിയുടെ അവർ ചെയ്യും. അതല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. കയ്യൂക്കുള്ള സ്ഥലത്തെല്ലാം ഇപ്പോഴും ആ അധികാരവും പോലീസിനെയും ഗുണ്ടകളെയും ക്രിമിനലുകളെ ഉപയോഗിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നിയോജകമണ്ഡലത്തിൽ ബോംബ് നിർമ്മാണത്തിൻ്റെ ഇടയിൽ ഒരുത്തൻ്റെ കൈയേറ്റുപോയി. അവിടെ പടക്കം ഉണ്ടാക്കിയാന്ന് പറയുന്നത്. ക്രിസ്മസിന് പടക്കം കർമ്മടത്ത് പടക്കം ഉണ്ടാക്കിയപ്പോൾ കൈ പോയാന്ന് പറയുന്നത്. മുഖ്യമന്ത്രി തന്നെ ഇതിന് കൂട്ടുനിൽക്കുകയാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ബോംബ് നിർമ്മാണത്തിന് കൂട്ടുനിൽക്കുകയാണ്. ഞാൻ ആരോപണം ഉന്നയിക്കുകയാണ്. സ്വന്തം നിയോജകമണ്ഡലം, സ്വന്തം ഗ്രാമത്തിൽ ബോംബ് നിർമ്മാണത്തിന് മുഖ്യമന്ത്രി, പോലീസിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി കൂട്ടുനിൽക്കുകയാണ്. അത് കേരളത്തിലെ CPM ക്രിമിനലുകൾ കൊടുക്കുന്ന സന്ദേശം എല്ലായിടത്തും അടിച്ചോളാനാണ് അല്ലേ. തോറ്റു കഴിഞ്ഞപ്പോൾ പെരിന്തൽമണ്ണ തോറ്റ അത്രയേ ഉള്ളൂ. ജനവിധിയാണത്. ആ ജനവിധിക്കെതിരായിട്ടാണ് ആക്രമണം അഴിച്ചുവിടുന്നത്. ലീഗ് ഓഫീസ് ആക്രമിക്കുക, ആക്രമണം അഴിച്ചുവിടുക വ്യാപകമായി. ആരെ ഭയപ്പെടുത്താനാണ് നിങ്ങൾ നോക്കുന്നത്? ഞങ്ങളെന്താ പേടിച്ചോടി വീട്ടിൽ പോയിരിക്കുക? നിങ്ങളുടെ ഈ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. ജനങ്ങൾ ശക്തമായൊരു താക്കീത് തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അത് മറക്കണ്ട. അല്ലെന്ന് അവർക്ക് അസഹിഷ്ണുതയാണ്. തോറ്റത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ്. ഞാൻ പറഞ്ഞത് ഇത് ഇടതുപക്ഷമൊന്നുമല്ല, ഇത് തീവ്ര വലതുപക്ഷമാണ്. ഒരു ഫാസിസ്റ്റ് സമീപനമാണ്. ഇത് ഫാസിസമാണിത് ഈ കാണിക്കുന്നത്. എതിരാളികളെ ഇല്ലാതാക്കുക, ഭയപ്പെടുത്തുക, മനസ്സിലായില്ലേ? കേസെടുക്കുക. ഭരണീകാനത്തിന് കേസെടുത്ത് പോയ ഓടിയ വഴിയിൽ പുല്ലുപോലും മുളച്ചിട്ടില്ല. ഇപ്പോൾ ഭാവിയിലെങ്കിലും പുല്ല് മുളക്കില്ല അവിടെ. ആ ഓടിയ വഴിക്ക്, തിരിച്ചോടിയ വഴിക്ക് ഭരണീകാലത്തിന് കേസെടുക്കാൻ പോയ പാർട്ടിയല്ലേ. ഞാൻ പറഞ്ഞല്ലോ, ഇവരെ ഇടതുപക്ഷമല്ല, തീവ്ര വലതുപക്ഷമാണ്. ഫാസിസ്റ്റ് നിലപാടാണ്. അതാണ് ചെയ്യേണ്ടത്. എനിക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത്, ഇതര സംസ്ഥാന തൊഴിലാളി ആൾക്കൂട്ട കൊലയുണ്ടായി. നമ്മളെല്ലാം അപമാനഭാരത്താൽ തലകുനിച്ച് നിൽക്കുന്നൊരു സ്ഥിതിയാണ്. മലയാളികളാണ് അത് ചെയ്തത് എന്നതിൻ്റെ നാണക്കേട് നമുക്കുണ്ട്. എൻ്റെ ഉള്ളിലുണ്ട്, അപമാനം ഭാരം നിറയുന്നുണ്ട്. അതുകൊണ്ട് ആ കുടുംബത്തോട് നമ്മൾ നീതി പുലർത്തണം. കുറ്റക്കാരായ ആളുകളെ കർശനമായ അവരെ ശിക്ഷിക്കണം. ആ കുടുംബത്തിന് ധനസഹായം നൽകണം. കുഞ്ഞുകുട്ടികളാണല്ലോ. കേരളമാണ് എന്ന് നമുക്ക് പറയാൻ നമുക്ക് അപമാനകരമായൊരു സംഭവമാണ് ഉണ്ടായി. ഈ ഒരേ അടുത്തടുത്താണ് മധുവിൻ്റെ കൂട്ടക്കൊല ഉണ്ടായതിൻ്റെ സമീപത്താണ് ഇതുപോലൊരു കൂട്ടക്കൊല ഉണ്ടായിരിക്കുന്നത്. ഈ ആൾക്കൂട്ടങ്ങൾ